ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട ഒന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് ഇറാന് സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സിന് എതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇനി രണ്ടാമത്തെ വാർത്ത മേജർ ന്യൂസിൽ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഈ സൗത്ത് കൊറിയയും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ്. അതായത് ഏകദേശം 72 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ളത്. പക്ഷേ അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിന് ചെറിയ വിള്ളൽ ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിൽ ഒരു വാർത്ത വരുന്നു. അതായത് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് നടത്താനിരുന്ന ഒരു വലിയ വാർഷിക സൈനികാഭ്യാസമാണ്. അതിൻ്റെ പേര് ഒൾച്ചി ഫ്രീഡം ഷീൽഡ് എന്നാണ്. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒൾച്ചി ഫ്രീഡം ഷീൽഡ്. ഓഗസ്റ്റ് 17 മുതൽ 27 വരെയാണ് ഇത് നടക്കുന്നത്. അതപ്പം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അത് വെട്ടിക്കുറയ്ക്കണം. അതായത് ഒരു 5 ദിവസമാക്കാൻ പറഞ്ഞു. ബാക്കി 11 ദിവസം എന്നുള്ളത് 5 ദിവസമാക്കി കുറച്ചിരിക്കുകയാണ്. അതിന് പറയുന്നത് ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ട് ഇത്തരത്തിൽ മാറ്റുന്നത്. അപ്പോൾ ഇത് പറയുന്നത് ട്രംപ് പറയുന്നത് ഇത് ഭയങ്കര ചിലവുള്ള കാര്യമാണ്. അതുതന്നെയല്ല, ഇത് കിം ജോങ് ഉന്നുമായിട്ട് അദ്ദേഹത്തിന് ഒരു സഹകരണത്തിലെത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അപ്പം കിം ജോങ് ഉന്നിന് എതിരായിട്ടുള്ള ഒരു നടപടിയായിട്ട് അദ്ദേഹം വിചാരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സൈനികാഭ്യാസം ഇത്രയും വിപുലമായിട്ട് നടത്തേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പം വേറൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഉത്തര കൊറിയ US-നെ സഹായിച്ചില്ല എന്നൊരു പോയിൻറ്റും ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏതായാലും പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞത് ഇത് അപ്പം സൗത്ത് കൊറിയയുടെ ഭാഗത്തു നിന്ന് വരുന്ന മറുപടി എന്ന് പറയുന്നത്, അതായത് ഇവർ മുൻകൂട്ടി ഇത് അറിയിച്ചിരുന്നില്ല, പെട്ടെന്നുള്ള ഒരു അറിയിപ്പായി പോയി. അതുപോലെ ചിലർ സൗത്ത് കൊറിയയുടെ ഭാഗത്തു നിന്നുള്ള ചില ആൾക്കാർ പറയുന്നത് ഇത്തരത്തിൽ ആണ് പോകുന്നതെങ്കിൽ, അതായത് ഈ നോർത്ത് കൊറിയയെ പിണക്കിക്കൊണ്ടുള്ള ഒരു അല്ലെങ്കിൽ അവർക്ക് ഒരു ഭീഷണി എന്ന തരത്തിലുള്ള ഒരു സൈനികാഭ്യാസം വേണ്ട എന്നതാണ് ട്രംപിൻ്റെ നിലപാടെങ്കിൽ സൗത്ത് കൊറിയ സ്വന്തം നിലയ്ക്ക് അവരുടെ അതായത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള സ്റ്റെപ്സ് എടുക്കണം എന്നാണ് പറയുന്നത്. മറ്റൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറഞ്ഞാൽ സെർജിയോ ഗോർ, US അംബാസിഡറായ സെർജിയോ ഗോർ കാശ്മീർ വിസിറ്റ് ചെയ്തിരിക്കുന്നു. അതായത് കുറേ വർഷങ്ങളായിട്ട് അമേരിക്കക്കാരൊന്നും തന്നെ കാശ്മീരിലേക്ക് പോകരുത്, അത് അത്ര സേഫായിട്ടുള്ള സ്ഥലം അല്ല എന്നതായിരുന്നു അമേരിക്കയുടെ നിലപാട്. എന്നാൽ ഈ സെർജിയോ ഗോർ ഇപ്പോൾ വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത് കാശ്മീർ ഇന്ത്യയുടെ പാർട്ടാണെന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് അമേരിക്കൻ സിറ്റിസൺസ് കൂടുതലായിട്ട് ഇവിടെ വരണം, അതായത് കാശ്മീരിൽ വരികയും വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഇത് വളരെ സേഫ്റ്റി ഇന്ത്യ എൻഷുർ ചെയ്യുന്നുണ്ട് ആ സ്ഥലത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമത്തെ അല്ല, ഇത് നാലാമത്തെ വാർത്ത എന്താണെന്ന് വെച്ചാൽ ക്രോസ് ബോർഡർ ഇൻ്റർ ബാങ്ക് പേയ്മെൻറ്റ് സിസ്റ്റം CIPS, ഇത് ചൈനയുടെ അതായത് സ്വിഫ്റ്റ് മെസ്സേജിങ് സിസ്റ്റം ഉണ്ടല്ലോ, അതിന് ഈക്വലൻ്റ് ആയിട്ട് ചൈനയുടെ സംഭവമാണ് ഈ ഒരു CIPS എന്ന് പറയുന്നത്. ഈ സ്വിഫ്റ്റിൽ മെസ്സേജിങ് മാത്രമാണ് നടക്കുന്നതെങ്കിൽ ഇതിനകത്ത് മെസ്സേജിങ് മാത്രമല്ല സെറ്റിൽമെൻറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇപ്പോൾ ചില ആഫ്രിക്കൻ നേഷൻസ് യൂസ് ചെയ്യുകയും അവർക്കതിലൂടെ കുറേ ലാഭം കിട്ടുകയും ചെയ്തതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ബഫലോ എക്സ്പോർട്ടിൽ, ബീഫ് എക്സ്പോർട്ടിൽ, ബീഫ് എന്നാണ് പറയുന്നത്, ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയും, പക്ഷേ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത് ബഫലോ മീറ്റാണ്. അപ്പോൾ ഇതിൽ ബ്രസീലിനും ഓസ്ട്രേലിയയ്ക്കും തൊട്ടു പുറകിലായിട്ട് ഇതിൽ ഈ ബീഫ് എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് ബ്രസീലും ഓസ്ട്രേലിയയുമാണ് ഗ്ലോബൽ സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് തൊട്ടു പിന്നിലായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ മൂന്നാമത്തെ സ്ഥാനം ഇന്ത്യ ഇതിൽ ഈ എക്സ്പോർട്ടിൽ കൈവരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു 5 വാർത്തയാണ് ഞാൻ ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്.